ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തിയ ചാണ്ടി ഉമ്മന് നേരെ പാർട്ടിക്കുള്ളിൽ വിമർശനവും സൈബർ ആക്രമണവും. താൻ പിണറായിയെക്കുറിച്ച് പറഞ്ഞത് വ്യക്തിപരമായ കാര്യമാണെന്നും കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച പിതാവിന്റെ പാതയിലാണ് താനെന്നും സൈബർ ആക്രമണത്തിന് മറുപടിയായി ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. തന്റെ അനുസ്മരണത്തെയെങ്കിലും വെറുതെ വിടണമെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. ഞാൻ അതൊരു രാഷ്ട്രീയ വേദിയല്ല, ഞാനവിടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ അനുസ്മരണ വേദിയാണ്. എൻ്റെ പിതാവിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനെ വേറൊരു തരത്തിൽ എങ്ങനെ വളർത്തിയെടുക്കുന്നു, ഞാൻ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിച്ചത്. അതിലെങ്ങനെയാണ് എൻ്റെ അനുസ്മരണത്തിൽ പോലും, അനുസ്മരണത്തിനെങ്കിലും വെറുതെ വിടൂ, അനുസ്മരണത്തിനെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ. നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. നൃപൻ, ഒരു രാഷ്ട്രീയ വേദി ആയിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം. ആ അനുസ്മരണത്തിൽ ഒരു മകൻ മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞു. ആ നന്ദി പറഞ്ഞതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുന്നു, സൈബർ ആക്രമണം ഉണ്ടാകുന്നു. നൃപൻ. അഞ്ജന, ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻചാണ്ടിയും ഒക്കെയാണ് ആ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ. അവർ ചേർന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുസ്മരണത്തിന് ക്ഷണിച്ചിരുന്നു. മുഖ്യമന്ത്രി ആ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസംഗമാണ് നടത്തിയത്. ആ പ്രസംഗത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പരസ്പരം തങ്ങൾ സൗഹൃദം നിലനിർത്തിയിരുന്നു എന്നും ഭരണപരമായ കാര്യങ്ങളിൽ പോലും താൻ മുഖ്യമന്ത്രിയുടെ അന്നത്തെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം തേടിയിരുന്നു എന്നും താൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ആദ്യം സന്ദർശിച്ചത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ് എന്നടക്കമുള്ള ഏറ്റവും വികാര നിർഭരമായ പ്രസംഗമായിരുന്നു.